ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ ഇന്ന് നമ്മളൊരു അടിപൊളി ഡൈയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡൈ ഇങ്ങനെ പുരട്ടാറുണ്ടല്ലോ. അപ്പോൾ മുടിയൊക്കെ നന്നായിട്ട് കറക്കാനുള്ള അടിപൊളി കിടുക്കാച്ചി ഡൈയുമായിട്ടാണ് ഇന്നും സൂപ്പ് വന്നിരിക്കുന്നത്. ഏത് ഡൈ ആണെന്നൊന്ന് കണ്ടിട്ടൊക്കെ വരാം. ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, രാവിലെ തന്നെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡൈയൊക്കെ തേക്കാനുള്ള സമയമൊക്കെ ആയി. രാവിലെ മുതൽ നമ്മുടെ ഇവിടെ നല്ല മന്ദാരമാണ്, കാറും കോളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഉച്ച കഴിഞ്ഞ് മഴയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ തന്നെ ആ ഡൈയൊക്കെ തേച്ച് മുടിയൊക്കെ കറപ്പിച്ച് നിൽക്കാം. പിന്നെ നമുക്കകത്ത് കയറിയാൽ മതിയല്ലോ. മുടിയൊക്കെ ഡൈയൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് കഴുകി നന്നായിട്ട് മുടി ഉണക്കാൻ ശ്രമിക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നനവും ഇതുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ദോഷമാണ് ചെയ്യുന്നത് കേട്ടോ. മുടി നന്നായിട്ട് ഉണക്കി സൂക്ഷിക്കാനും ശ്രമിക്കണം. പിന്നെ വലിയ കാർക്കൂന്തലുകാരി ഈ പറയുന്നതല്ലേ, ഇച്ചിരി കാർക്കൂന്തലാണെങ്കിലും ഒത്തിരി കാർക്കൂന്തലാണെങ്കിലും ഇതൊക്കെ നമ്മൾ ചെയ്യണം അല്ലേ. നമ്മുടെ ആ ഡൈ എന്തൊക്കെയാണെന്ന് ഒന്ന് കണ്ടിട്ടൊക്കെ വരാം. പോയിട്ട് നിങ്ങൾ തിരികെ സുപ്പിൻ്റെ ക്ലാസ്സിൽ തന്നെ വന്ന് ഇരിക്കണം കേട്ടോ. സുപ്പ് ഇവിടെ തന്നെ ഉണ്ട്. നമുക്കൊന്ന് പോയി കണ്ടിട്ട് ഓടി വരാം. നമുക്ക് ഡൈ ഉണ്ടാക്കാം. നമുക്ക് ഒരേ ഒരു പൗഡർ മാത്രം മതി ഇന്ന് നമ്മുടെ ഡൈ തയ്യാറാക്കാനായിട്ട്. നീലയമരി പൗഡർ എപ്പോഴും നല്ല കമ്പനിയുടെ തന്നെ പൗഡറൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്ക് നമ്മുടെ മുടിക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. നീലയമരി പൗഡറും കൊണ്ടുള്ള ഡൈ നമ്മളുകയാണ്. നമുക്ക് നമ്മുടെ പൗഡർ ഇട്ട് കൊടുത്തു. ഇനി വേണ്ടത് നമുക്ക് കഞ്ഞിവെള്ളമാണ്. ഒരുപാട് തിളച്ച കഞ്ഞിവെള്ളമല്ല, ഒരു കുറച്ച് ചൂടിൽ നമുക്ക് കഞ്ഞിവെള്ളം എടുക്കാം കേട്ടോ. അതാണിത്, നമ്മുടെ കഞ്ഞിവെള്ളമാണ് ഇന്നത്തെ താരം. നമ്മുടെ ഡൈ ഉണ്ടാക്കാൻ ഇന്നത്തെ താരം നമ്മുടെ കഞ്ഞിവെള്ളമാണ്. നമുക്ക് ആ ചെറു ചൂടോടെ തന്നെ നമ്മുടെ നീലയമരി പൗഡറിനെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. തുടർച്ചയായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും മുടിക്ക് കേട്ടോ. ആവശ്യത്തിന് നമുക്ക് പൗഡർ നിങ്ങൾക്ക് ഒരുപാട് നരയുണ്ടെങ്കിൽ കുറേ എടുക്കണം കേട്ടോ. കുറച്ച് തോനെ എടുക്കണം. മുടിയൊക്കെ കൂടുതലായിട്ടുള്ളവർ കുറച്ച് കൂടുതലായിട്ട് എടുക്കണം. എനിക്ക് കുറച്ച് മുടിയല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത് കേട്ടോ. ഇത് നമുക്കൊരു 2-3 മണിക്കൂർ നമുക്ക് ഇത് ഉണ്ടാക്കി വെക്കണം. വെച്ചതിന് ശേഷമാണ് നമ്മുടെ മുടിയിൽ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അതുവരെ നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചേക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് മുടിയിലിട്ട് കൊടുക്കാം കേട്ടോ. കാണിക്കാം. നല്ല ഇരുട്ടുണ്ട് കേട്ടോ. വെട്ടം ഒട്ടുമില്ല, ഉള്ള വെട്ടത്തൊക്കെയാണ്. നമ്മൾ രാവിലെ ആയിട്ട് എന്തൊരു ഇരുട്ടാണ്. നമ്മൾ ഡൈ ഉണ്ടാക്കി രാവിലെ വെച്ചിട്ടുണ്ടല്ലോ. അത് നല്ല കളറൊക്കെ ആയിട്ട് വന്നു. നമ്മൾ ഇന്നലെ രാത്രിയിലെയൊക്കെ കഞ്ഞിവെള്ളം ഇതേപോലെ ചൂട് കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് ചെയ്ത് വെച്ചാൽ ഇതിനെക്കാട്ടിൽ ഇരട്ടി റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഈ ഒരു നീലയമരി പൗഡറും നമ്മുടെ കഞ്ഞിവെള്ളം കൂടെ മിക്സ് ചെയ്ത ഈ ഒരു ഡൈ പുരട്ടിയാൽ മുടി നല്ല കറുപ്പാവും കേട്ടോ. തുടർച്ചയായിട്ട് ചെയ്ത് നോക്കണം. ഇന്നിപ്പം പുരട്ടിയാൽ ഇന്നിപ്പം കറക്കുമോ എന്ന് ചോദിച്ചാൽ കറക്കത്തില്ല, ഒരിക്കലും കറക്കത്തില്ല. അത് ഈ ഒരു ഡോക്ടർമാരും പറഞ്ഞു തരത്തില്ല. അത് നമുക്ക് പനിക്കോ ചുമയ്ക്കോ ഒക്കെ മരുന്ന് വാങ്ങിക്കാൻ ഡോക്ടറുടെ അടുത്ത് ചെല്ലും. ഉച്ചയ്ക്ക് ഉച്ച നേരത്ത് മാത്രം മരുന്ന് കഴിച്ചാൽ നമ്മുടെ അസുഖങ്ങളോ ഭേദമാവോ ഇല്ല. ചോദിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഒരു നേരം മരുന്ന് കഴിച്ചതുകൊണ്ട് ആ അസുഖം ഭേദമാകത്തില്ല. തുടർച്ചയായിട്ട് ചിലപ്പോൾ ആൻറ്റിബയോട്ടിക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലേ അസുഖം ഭേദമാകത്തുള്ളൂ. അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ മുടിയിലാണെങ്കിലും മുഖത്ത് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ അതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ. പെട്ടെന്ന് കറക്കും വെളുക്കും എന്ന് പറഞ്ഞാൽ ഒരിക്കലും സമ്മതിച്ചു തരത്തില്ല നമ്മളാരും അല്ലേ. നമ്മൾ ഇത് നല്ല കറുപ്പായിട്ട് വന്നു.
ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ രാത്രിയിൽ ഇത് ചെയ്തിട്ട് രാവിലെയൊക്കെ പുരട്ടിക്കുക കേട്ടോ. ഞാനിതിപ്പോൾ രാവിലെയാണല്ലോ നമ്മൾ ചെയ്ത് വെച്ചത്. കേട്ടോ നല്ല റിസൾട്ട് അത് കിട്ടും. നമ്മൾ തുടർച്ചയായിട്ട് ഈ മുടി വെളുക്കുന്നത് വരെ നമ്മൾ ഇരിക്കാൻ നോക്കരുത്. തുടർച്ചയായിട്ട് ഇങ്ങനെ ഇട്ട് പോകണം. എന്നാലേ നമുക്കൊരു മാറ്റം കിട്ടത്തുള്ളൂ. നമ്മുടെ മുടിക്ക് നല്ലൊരു മാറ്റം കിട്ടത്തുള്ളൂ കേട്ടോ. ഇതിപ്പം ഏകദേശം എൻ്റെ മുടിയൊക്കെ നന്നായിട്ട് ആ വെള്ള നരയിൽ നിന്നും ഒരു മാറ്റമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 1-2 ആഴ്ച കൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുമല്ലേ, തുടർച്ചയായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്താലേ നമുക്കിതിനൊരു മാറ്റം ഉണ്ടാകത്തുള്ളൂ കേട്ടോ. എനിക്ക് ഉള്ളിൽ അധികമില്ല എന്നാലും ഉണ്ട്. ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് പുരട്ടി കൊടുക്കാം. പിന്നെ ഒരു 2 മണിക്കൂർ എന്തായാലും നമ്മൾ ഈ നാച്ചുറൽ ഡൈ ഒക്കെ ചെയ്യുമ്പം നമ്മൾ ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ ഇരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ മറ്റേ കെമിക്കൽ ഡൈ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമ്മൾ തേച്ചാൽ ഉടനെ കറക്കും കേട്ടോ. ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളായതുകൊണ്ട് തന്നെ ഇച്ചിരി ഒരു താമസമൊക്കെ ഉണ്ടാവും. അപ്പോൾ ക്ഷമയോടെ മാത്രം നമ്മളിത് ഓരോന്ന് ചെയ്ത് കൊടുക്കുക. 1, 2, 3 ദിവസം ഇടവിട്ട് നമ്മളിത് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ അതിന് അതിൻ്റേതായിട്ടുള്ള റിസൾട്ടൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ ഒരുപാട് നരച്ചു കെമിക്കൽ ഡൈ ഒക്കെ പുരട്ടി കഴിഞ്ഞവർക്ക് ഇച്ചിരി കാലതാമസമൊക്കെ എന്തായാലും വരും. നമ്മളൊന്നും അങ്ങനെ കെമിക്കൽ ഡൈ ഒന്നും ഇതുവരെയും തേക്കാത്തത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഡൈ ആണ്. മുടിക്ക് നല്ല കളർ വ്യത്യാസവും വന്നു തുടങ്ങി. അതുകൊണ്ടാണല്ലോ നമ്മൾ മടിച്ചിരിക്കാതെ വീണ്ടും വീണ്ടും ചെയ്യുന്നത്. എന്തായാലും ഈ മുടി വെളുക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് കേട്ടോ. വെളുത്ത് വരുന്നതിന് മുന്നേ നമ്മൾ തുടർച്ചയായിട്ട് ഇതിട്ട് കൊടുത്താൽ നല്ലൊരു മാറ്റം കിട്ടും. രണ്ട് മണിക്കൂറെങ്കിലും ഇരിക്കാൻ നോക്കണം കേട്ടോ. 2 മണിക്കൂറെങ്കിലും നമ്മളിത് ഒക്കെ പുരട്ടിയിട്ട് ഒരു 2 മണിക്കൂർ കുറഞ്ഞത്, അതിന് മുന്നേ കഴുകി കളയുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല കേട്ടോ. ഷാമ്പു ഇട്ട് കഴുകാതിരിക്കാനും നോക്കണം നമ്മൾ. ചിലരൊക്കെ ഇതിൻ്റെ പൊടി കൊണ്ട് അഴുക്കുണ്ടെന്നും പറഞ്ഞ് ഷാമ്പു ഒക്കെ ഇട്ട് കഴുകി കളയും. ഷാമ്പു ഇടരുത് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്തത് കൊണ്ട് ഒരു പ്രയോജനവും കിട്ടത്തില്ല. ഒരു പ്രയോജനവും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഉള്ളിൽ ഈ ഇടഭാഗത്തും നമുക്ക് വരും. പക്ഷേ അവിടെയൊക്കെ നമുക്ക് തേച്ച് കൊടുക്കണമെങ്കിൽ ഒരാളുടെ സഹായം എന്തായാലും വേണം കേട്ടോ. എന്നാലും നമ്മൾ പറ്റാവുന്നിടത്തോളം നമ്മൾ തേച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. എനിക്ക് കുറച്ച് മുടിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 2-3 സ്പൂണിൻ്റെ ഒരു ആവശ്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് കുറച്ചളവ് മതിയല്ലോ. ഇവിടെയൊക്കെ ഉണ്ട് എനിക്ക് കേട്ടോ. ഇവിടെ ഒരു ചെറിയ ഒരെണ്ണം ഒത്തിരി ദിവസം കൊണ്ട് കളർ മാറി വരുന്നുണ്ട്. നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് കളർ മാറിയൊക്കെ വരുന്നുണ്ട് അവൻ്റെ കളറ്. ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. മുടിയൊന്ന് നന്നായിട്ട്, അല്ലെങ്കിൽ പിന്നെ ഒരു കവർ കൊണ്ട് മൂടി ഇട്ടിരുന്നാൽ മതി. പ്ലാസ്റ്റിക് നമ്മുടെ തലയിൽ ഇങ്ങനെ കവർ ചെയ്യാനുള്ള കവർ കിട്ടും കേട്ടോ. നമുക്കഥവാ ഞാൻ പിന്നെ കവറൊന്നും ഇടത്തില്ല. നമ്മുടെ കാർക്കൂന്തലിനകത്ത് കവർ ഇട്ടേച്ചാലും മതി. ഇച്ചിരിയുള്ള കാർക്കൂന്തലിനകത്ത് അല്ലേ. ആരാടെ ഹോണടിക്കുന്നത്? ഞങ്ങളിവിടെ ഡൈയൊക്കെ തേച്ച് കറപ്പിക്കുകയാണ് കേട്ടോ. കറപ്പിക്കുകയാണ്. ആരായാലും ഇപ്പം ഞങ്ങൾക്ക് വരാൻ സമയമില്ല അല്ലേ. ചെയ്ത് നോക്കണം കേട്ടോ. തുടർച്ചയായിട്ടും ചെയ്ത് നോക്കിക്കൂ. നല്ലൊരു മാറ്റം നമുക്ക് കിട്ടും. അപ്പോൾ ഞാനും ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഞാനും ഇതൊന്നും സത്യം പറഞ്ഞാൽ ഞാനും വിചാരിച്ച് വെറുതെയൊക്കെ ആയിരിക്കും ആദ്യമൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് നര വന്നു തുടങ്ങി. നമ്മളിതിപ്പം നരയൊക്കെ വന്നു തുടങ്ങി
നമുക്ക് അനുഭവം ആയപ്പോഴല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ പേടിച്ചാൽ ഇപ്പോഴും പാത്ത് വെച്ച കെമിക്കൽ ഡൈ ഒക്കെ തേക്കുന്നത് കേട്ടോ. സത്യം എന്നെ പേടിച്ച് പാത്തിരുന്ന ഡൈ ഒക്കെ ഇവിടെ അടിക്കുന്നത്. പക്ഷേ ഞാനിതുവരെയും തൊട്ടിട്ടില്ല കേട്ടോ. എനിക്ക് വേണ്ട. ഞാൻ ഇതുമാതിരിയുള്ള നാച്ചുറൽ ഡൈ ഒക്കെ നമുക്ക് നോക്കാം ഇതുവരെ ആകും നമ്മുടെ മുടിക്ക് നല്ല വ്യത്യാസം കിട്ടും എന്ന് തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ടല്ലേ എനിക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു ഉത്സാഹമൊക്കെ വന്നത് കേട്ടോ. എന്തായാലും അതിപ്പോഴേ ഞാൻ എടുക്കുന്നില്ല. ഇച്ചിരി കൂടെ വയസ്സാകട്ടെ അല്ലേ, ഒരു 10-60 ആകട്ടെ നമുക്ക്. അന്നേരം നമുക്ക് വയ്യായികയൊക്കെ വരുമല്ലോ. ഇതേമാതിരി കുറുക്കാനും ചൂടാക്കാനും ഒക്കെ വയ്യായികയൊക്കെ വരത്തില്ലേ. അപ്പോഴും നമുക്കത് കവറിൽ നിന്ന് എടുത്ത് പെട്ടെന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ. ഇപ്പം പിന്നെ കുഴപ്പമില്ല, നമുക്ക് വലിയ വയ്യായികയൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു വയ്യായികയേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾ മുടിയിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. മുടിയിലോട്ട് ഇട്ട് കൊടുക്കണം. എൻ്റെ തീർന്ന കേട്ടോ, ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. നമ്മൾ എന്നും ചെയ്യുന്നത് കൊണ്ടേ നമുക്ക് അതിൻ്റെ ആ ഒരു കറുപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഇടുന്നത് കുറേശ്ശെ ആക്കി വരണം കേട്ടോ. ആദ്യം നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഇട്ടിട്ട് വന്നപ്പം നമ്മുടെ മുടുക്ക് വ്യത്യാസമൊക്കെ നമുക്ക് വന്നപ്പോഴേ അതിൻ്റെ ആ ഒരു എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കുറച്ച് വന്നു. അപ്പോഴും നമുക്ക് ഒന്ന് തൂത്തൊക്കെ പുരട്ടി പിന്നെ ഫ്രണ്ട് നന്നായിട്ട് നമ്മൾ ചെയ്യാൻ നോക്കണം. ഉള്ളിൽ അത്ര കാണത്തില്ലെങ്കിൽ ഫ്രണ്ട് നന്നായിട്ട് നമ്മൾ നന്നായിട്ട് അത് തേച്ച് പിടിപ്പിക്കാൻ നോക്കണം. നല്ല കറുപ്പായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു 2 മണിക്കൂറത്തേക്ക് നമ്മുടെ മുടിയിൽ തന്നെ ഇരിക്കട്ടെ കേട്ടോ. പക്ഷേ ഇതൊക്കെ നമുക്ക് മുടി വളർച്ചയ്ക്ക് എനിക്ക് തോന്നുന്നു ഇതൊക്കെ പുരട്ടി ഇങ്ങനെ സ്പ്രേ ഒക്കെ ചെയ്തു പുരട്ടിയൊക്കെ തുടങ്ങിയപ്പോൾ ഒരു വ്യത്യാസമൊക്കെ വന്നു. മറ്റേ മൊത്തത്തിൽ പൊഴിഞ്ഞു ഇപ്പം ചൂടുമായിരുന്നു. പിന്നെ നല്ലൊരു നല്ല പൊരിച്ചിലും ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ നമുക്ക് വലിയ പൊരിച്ചിലൊന്നുമില്ല. നമുക്ക് മുടിയെ ചീകുമ്പോഴും കോതുമ്പോഴും അറിയാമല്ലോ നമ്മുടെ മുടിയുടെ ഉള്ള മുടി ഊരിപ്പോകുന്നതൊക്കെ നമുക്കറിയാൻ പറ്റുമല്ലോ. പിന്നെ നിങ്ങൾ ശംഖുപുഷ്പത്തിൻ്റെ അത് ചെയ്ത് നോക്കിയായിരുന്നോ? പക്ഷേ അത് എനിക്ക് 2 ദിവസം എൻ്റെ ആ കയ്യിൽ നിന്ന് തന്നെ ആ കറുപ്പ് മാറിയില്ല കേട്ടോ. അപ്പോഴും അതും നമ്മൾ തുടർച്ചയായിട്ട് അതൊക്കെ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളാണ്. ശംഖുപുഷ്പത്തിൻ്റെ അതൊക്കെ നല്ല സൂപ്പർ കിടുവാണ്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ ആ കറുപ്പ് മാറുന്നത്. അപ്പോൾ നമ്മൾ ഈ തുടർച്ചയായിട്ട് മുടിയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ഡൈ തുടർച്ചയായിട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് നല്ലൊരു മാറ്റം കിട്ടും കേട്ടോ. അത് ശംഖുപുഷ്പം വീട്ടിലുള്ളവരാണെങ്കിൽ നിങ്ങൾ അടുപ്പിച്ചൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എനിക്കിവിടെ ഉണ്ട്. എന്നാലും നമ്മൾ ഓരോന്നോരോന്ന് ചെയ്ത് നോക്കുകയാണ് മുടി വളർത്താനും പിന്നെ മുടി കറുപ്പിക്കാനും ഒക്കെ ഉള്ളത്. എന്തായാലും വെളുക്കാൻ ആരും ചെയ്യില്ല. മുടി വെളുക്കാൻ ആരും ചെയ്യേണ്ട. മുഖം വെളുക്കാൻ എല്ലാവരും ചെയ്തോളൂ. മുടി വെളുക്കാൻ ആരെങ്കിലും ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ കളർ അല്ലാതുള്ള കളറുകളും ഞാൻ ആ മൈലാഞ്ചിപ്പൊടിയൊക്കെ ഇട്ട് കളർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ നമ്മൾ കറക്കാനുള്ള സംഭവങ്ങൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് ചിലർക്കൊക്കെ ഇഷ്ടമാണ് കളറടിക്കുന്നത്. ഇപ്പം എന്തെല്ലാം തരം കളറുകളുണ്ടല്ലേ, ഇഷ്ടംമാതിരി കളറുകളുണ്ട് നമുക്ക്. അപ്പോൾ ഇതുമാതിരിയൊക്കെയുള്ള നാച്ചുറലായിട്ടുള്ള കളർ ചെയ്യണമെങ്കിൽ കളർ ചെയ്യാം, കറുപ്പാക്കണമെങ്കിൽ കറുപ്പാക്കാം. അപ്പോൾ നമുക്ക് ചിലരൊക്കെ ഇങ്ങനെ ഡൈ ചെയ്യാൻ മാത്രം പാർലറിൽ പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് കേട്ടോ. സ്വന്തമായിട്ട് ചെയ്യാൻ ഒക്കാത്തവർ പാർലറിൽ പോയി ഇങ്ങനെ ഡൈ ഒക്കെ ചെയ്യാൻ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നേരത്തെയൊക്കെ നമ്മളും ത്രെഡ് ചെയ്യാനും ഒക്കെ മോളും ഞാനും കൂടെ ഒക്കെ പോകുമായിരുന്നേ. അപ്പോഴന്നേരം ഈ ചേച്ചിമാരൊക്കെ ജോലിക്ക് പോകുന്ന ചേച്ചിമാരൊക്കെ ഇങ്ങനെ ഡൈ ചെയ്യാൻ ഞാൻ അവിടെ പാർലറിൽ വന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. അല്ലാതെ നമ്മളാരും അങ്ങനെ ഡൈ ചെയ്യാനായിട്ട് പാർലറിൽ പോകാറില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ നീലയാമരി പൗഡറും കഞ്ഞിവെള്ളത്തിൻ്റെ ഈ ടിപ്പൊന്ന് ഇന്ന് തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്ന് മാത്രമല്ല തുടർച്ചയായിട്ട് ചെയ്യാൻ നമുക്ക് നല്ലൊരു മാറ്റം കിട്ടും കേട്ടോ. അപ്പോൾ സുപ്പുവിൻ്റെ പാതയൊക്കെ പിന്തുടർന്നാൽ വെളുക്കാം, മുടി കറുക്കും, മുഖം വെളുപ്പിക്കാം, മുടി കറുപ്പിക്കാം കേട്ടോ. അപ്പോൾ വെറുതെ പറയുന്നതല്ല കേട്ടോ, നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞു തരുന്നതാണ്. തുടർച്ചയായിട്ട് ചെയ്യാൻ നോക്കണം. ഒരു ദിവസം കൊണ്ട് മാത്രമൊന്നും നമുക്കൊരു മാറ്റവും കിട്ടത്തില്ല. തുടർച്ചയായിട്ട് ചെയ്യുമെങ്കിൽ മാത്രമേ ഇതേപോലുള്ള നാച്ചുറൽ ഡൈ ആണെങ്കിലും നമ്മൾ ടിപ്പുകൾ മുഖത്തിടുന്ന ടിപ്പുകളൊക്കെ ആണെങ്കിലും തുടർച്ചയായിട്ട് ചെയ്യാൻ നോക്കുക. കഞ്ഞിവെള്ളം
ഇതൊക്കെ ചെയ്തതിന് ശേഷം മാത്രം പശുമാമയ്ക്കും ആടും മാമയ്ക്കും കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വിശേഷമല്ല, കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെയും കാണാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. ഇത് 2 മണിക്കൂർ എന്തായാലും ഞാൻ വെച്ചിട്ടെ തലമുടി കഴുകുന്നുള്ളൂ. നന്നായിട്ട് പച്ച വെള്ളത്തിൽ കഴുകാൻ നോക്കണം, നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകാൻ നോക്കണം. പിന്നെ ഷാമ്പൂ ഇടരുത്, സോപ്പ് ഇടരുത്, ഒന്നും ഇടരുത് കേട്ടോ. അപ്പോഴേ മുടി പന്നലാവും. നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടിൽ ഇരട്ടി നമുക്ക് ദോഷമേ വരത്തുള്ളൂ. മുടി നന്നായിട്ട് ഉണക്കി സൂക്ഷിക്കാൻ നോക്കണം. ഡൈയൊക്കെ പരട്ടിയിട്ട് ആ നനവോടൊന്നും കെട്ടി വയ്ക്കാൻ നോക്കരുത് കേട്ടോ.